കുട്ടികൾ ഇന്ന് സ്കൂൾ വിട്ട് വരുമ്പം ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പം തീരെ ചെറിയ 7 സവോള ഇരിക്കുന്ന കണ്ടു. ഉള്ളതെടുത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ തൊലിയും കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നീളത്തിലരിഞ്ഞപ്പം എൻ്റെ അമ്മോ ഒന്നും പറയണ്ട, കരഞ്ഞുപോയി. എന്നെ കരയിപ്പിച്ച സവോളയോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് 1.5 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ തിരുമ്മി അങ്ങ് എടുത്തു. ഇനി ഒരു 15 മിനിറ്റ് നേരത്തേനെ വിശ്രമിച്ചോട്ടെ എന്നും കരുതി മൂടി വെച്ചു. 15 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോഴുണ്ടല്ലോ പാവം സവോള കണ്ണുനീര് വാർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ നീരെല്ലാം ഞെക്കി പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് 3 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 3 തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത്, ഇത്രയും ചേർത്തതിന് ശേഷം കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടിരുന്നോട്ടെ എന്നും കരുതി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദയും 4 ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർത്ത് കൊടുത്തു. ഇനി മൈദയ്ക്ക് പകരം അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇവരെല്ലാവരും കൂടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിച്ചോട്ടെ എന്നും കരുതി നല്ലപോലെ ഇളക്കി കുഴച്ചങ്ങ് കൊടുത്തു. ഇച്ചിരി കൂടെ കടലമാവും മൈദയും വേണോന്നൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷേ വേണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ലപോലെ കുഴച്ച് ഒന്ന് കയ്യിലെടുത്ത് ഉരുട്ടി നോക്കി കഴിഞ്ഞപ്പം സവോള ഒട്ടും വിട്ടുപോകാത്ത രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടിത് കുറേശ്ശെയായിട്ട് കയ്യിലെടുത്ത് ഒന്ന് ഉരുട്ടി ഒരു സർക്കിൾ ഷേപ്പിലങ്ങ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് പരത്തി എടുത്തിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. മുഴുവൻ മാവും വെച്ച് ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്തെടുത്തു. ഓരോ സൈഡും മൊരിഞ്ഞു വരുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് 2 സൈഡും നല്ല പോലെ മൊരിഞ്ഞു കഴിഞ്ഞപ്പം വാങ്ങിയെടുത്തു. നല്ല അടിപൊളി ടേസ്റ്റി ഉള്ളിവട റെഡി ആയതും അറിയാം, പാത്രം കാലിയായതും അറിയാം. എനിക്കും കിട്ടി 2 എണ്ണം.